ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ചാറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദ മാർക്ക് ഓഫ് വിഷ്ണു എന്നുള്ള ഖുഷ്വന്ത് സിംഗിൻ്റെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനായിട്ടില്ല, ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനായിട്ടില്ല. അപ്പം ഇതിനകത്ത് ദ മാർക്ക് ഓഫ് വിഷ്ണു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വിഷ്ണു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവിനെ തന്നെയാണ്, ലോർഡ് വിഷ്ണുവിനെയാണ്. അപ്പോൾ മാർക്ക് എന്താണ്, അതിൻ്റെ എന്താണ് മാർക്ക് ഓഫ് വിഷ്ണു, എന്താണ് ഇതിനകത്ത് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഖുഷ്വന്ത് സിംഗിനെ കുറിച്ചൊക്കെ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദ മാർക്ക് ഓഫ് വിഷ്ണു എന്നുള്ള ഈ ഒരു ചാപ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ഗുംഗാറാം എന്ന് പറയുന്നൊരു ഒരു കുട്ടിയുണ്ട്, ഒരു ബോയ് ഉണ്ട്. അവൻ്റെ ഒരു എന്താ പറയുക യങ് ആയിട്ടുള്ള ബോയാണ്. അതേസമയം അവരുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് യങ് കുട്ടികളുടെ ഇടയിൽ ഇവൻ ഭയങ്കര അന്ധവിശ്വാസി ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ അന്ധവിശ്വാസം എങ്ങനെ അവനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു, എങ്ങനെ അവൻ്റെ തന്നെ അവസാനം ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു കഥയെ കൂടെ മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക ഫുള്ളായിട്ട് വായിച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഒത്തിരി ലെങ്തി അല്ല, എന്നാലും ലെങ്തിയാണ്. നിങ്ങൾ ഫുൾ വായിച്ച ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ വായിച്ചിട്ട് ഞാൻ പറയാമെന്നാണ് വിചാരിച്ചത്. സമ്മറി പറഞ്ഞേക്കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചില പോയിന്റ്സ് വിട്ടുപോകും. അപ്പോൾ നമുക്ക് എക്സാമിന് എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലോട്ട് പോകാം. ദിസ് ഈസ് ഫോർ കാളനാഗ് സെഡ് ഗുംഗാറാം pouring the milk into the saucer. അത് നമ്മുടെ ഗുംഗാറാം എന്ത് ചെയ്യണം, അവൻ ഒരു സോസറിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് പറയാം, ഇത് കാളനാഗത്തിന് വേണ്ടിയിട്ട്, കാളസർപ്പത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ അത് വെക്കണം. എവറി നൈറ്റ് ഐ ലീവ് ഇറ്റ് ഔട്ട്സൈഡ് ദ ഹോൾ നിയർ ദ വോൾ ആൻഡ് ഇറ്റ്സ് ഗോൺ ബൈ ദ മോർണിംഗ്. അപ്പോൾ അത് അവൻ പറയുകയാണ്, ഞാൻ എപ്പോഴും ആ നമ്മുടെ ചുമരിനോട് ചേർന്നിട്ടുള്ള ആ ഹോളിൻ്റെ അടുത്ത് ഞാനൊരു പാത്രത്തിൽ ഞാൻ എന്ത് വെക്കാറുണ്ട്, പാൽ വെക്കാറുണ്ട് ഈ ഒരു കാളസർപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ തിരിച്ച് രാവിലെ എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ആ പാൽ അതിന്ന് ചിലവായിട്ടുണ്ടായിരിക്കും, ആ ഒരു പാൽ ഫുള്ള് കുടിച്ചു തീർത്തിട്ടുണ്ടായിരിക്കും. പെർഹാപ്സ് ഇറ്റ് ഇസ് എ കാറ്റ് വി യങ്സ്റ്റേഴ്സ് സജസ്റ്റഡ്. അപ്പോൾ അവൻ്റെ കൂടെയുള്ള യുവാക്കളൊക്കെ എന്ത് ചെയ്യും, അവരുടെ പറയാം അത് വല്ല പൂച്ചയെ വന്ന് കുടിക്കുന്നതായിരിക്കും എന്ന് പറയും. കാറ്റ് സെഡ് ഗുംഗാറാം വിത്ത് കണ്ടംപ്റ്റ്. No cat goes near that hole. Kalanag lives there. As long as I give him milk, he will not bite anyone in this house. You can all go about with bare feet and play where you like. അപ്പോൾ അവൻ പറയാണ്, പൂച്ച, അവൻ്റെ പുച്ഛത്തോടു കൂടി പറയണം, പൂച്ചയാ ഈ പാല് കുടിക്കാനോ? ആ എന്താ പറയുക പൊത്തിൻ്റെ അല്ലെങ്കിൽ ആ ഹോളിൻ്റെ ഭാഗത്തൊന്നും ഒരു പൂച്ചയും വരാനായിട്ട് പോയില്ല. ഞാൻ അവനെ ആ ഒരു നാഗത്തിന് കാളസർപ്പത്തിന് എത്ര കാലത്തോളം പാല് കൊടുക്കുന്നു അത്രയും കാലം നിങ്ങളെ ആരെയും, ഈ വീട്ടിലുള്ള ആരെയും ആ ഒരു സർപ്പം കടിക്കാനായിട്ട് പോകണില്ല, ഉപദ്രവിക്കാൻ പോകണില്ല. നിങ്ങൾ സംശയമുണ്ടോ, നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ ചെരുപ്പൊന്നും ഇടാണ്ട് പോയി കളിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്തു നിങ്ങളെ ആരെയും അത് ഉപദ്രവിക്കില്ല, കാരണം ഞാൻ അതിന് പാലൊക്കെ കൊടുത്തിട്ടാണ് വളർത്തുന്നത്. We were not having any patronage from Gungaram. You are a stupid old Brahmin, I said. അപ്പോൾ നമ്മുടെ റൈറ്റർ പറയണോ, നീ ഒരു മണ്ടനാണ്, നീ ഒരു മണ്ടനായിട്ടുള്ള ബ്രാഹ്മണാണ്. ഡോണ്ട് യു നോ സ്നേക്സ് ഡോണ്ട് ഡ്രിങ്ക് മിൽക്ക്? നിനക്കറിയില്ലേ പാമ്പുകളൊന്നും പാല് കുടിക്കുകയൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് വൺ കുഡന്റ് ഡ്രിങ്ക് എ സോസർ ഫുൾ എവറി ഡേ. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ കുറച്ചൊക്കെ കുടിക്കില്ലെന്നും അറിയാം, എന്നാലും ഡെയിലി ഓരോ സോസർ നിറച്ച് പാല് കുടിക്കുകയൊന്നും ചെയ്യില്ല ഈ പാമ്പുകളാരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൈറ്റർ അവനെ കളിയാക്കുകയാണ്. The teacher told us that a snake is only once in several days. നമ്മൾ ടീച്ചർ പറഞ്ഞിട്ടില്ലേ നമ്മുടെ എന്താ പറയുക, സ്നേക്ക് പാമ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഒരു വട്ടം ഫുഡ് കഴിക്കുകയുള്ളൂ. We saw a grass snake which had just swallowed a frog. നമ്മൾ കണ്ടില്ല അന്നൊരു പാമ്പ് ഒരു എന്താ പറയുക തവളേനെ വിഴുങ്ങിയിട്ടിരിക്കുന്നത്. ഇറ്റ് സ്റ്റക്ക് ലൈക്ക് എ ബ്ലോബ് ഇൻ ഇറ്റ്സ് ത്രോട്ട് ആൻഡ് ടുക്ക് സെവറൽ ഡേയ്സ് ടു ഡിസോൾവ് ആൻഡ് ഗോ ഡൗൺ ഇറ്റ്സ് ടെയിൽ. അതൊരു മുഴ പോലെ, ഒരു ഉണ്ട പോലെ അതിൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ നമ്മൾ പാമ്പിനെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ ഇര വിഴുങ്ങി കിടക്കാൻ കണ്ടിട്ടില്ലേ, കുറേ സമയം അങ്ങനെ അനങ്ങാണ്ട് കിടക്കില്ലേ. അപ്പോൾ അതിങ്ങനെ ഒരു ഉണ്ടായിട്ട് ഇങ്ങനെ അതിൻ്റെ ചങ്കിൽ നിന്നിട്ടുണ്ടായിരുന്നു കഴുത്തിൽ. എന്നിട്ട് ഒരുപാട് ദിവസം എടുത്തിട്ടാണ് അത് അതിൻ്റെ ടെയിലോട്ട് ഡിസോൾവ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി പാല് കുടിച്ച് പോകുന്ന സ്വഭാവമൊന്നും ഈ പാമ്പുകൾക്കില്ല. വി ഹാവ് ഗോട്ട് ഡസൻസ് ഓഫ് ദെം ഇൻ ദ ലാബ് ഇൻ മെഥലൈറ്റ് സ്പിരിറ്റ്. നമ്മൾ ഒരുപാട് ലാബിൽ നമ്മൾ ഒരുപാട് പാമ്പുകളെയൊക്കെ അങ്ങനെ മെഥലൈറ്റ് സ്പിരിറ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ, നമ്മൾ കണ്ടില്ലേ കുപ്പിയിലെ ജാറിലൊക്കെ ആക്കി പാമ്പുകളെ വെക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ആക്കി നമ്മൾ മെഥലൈറ്റ് സ്പിരിറ്റിലൊക്കെ ആക്കി നമ്മൾ വെച്ചിട്ടില്ലേ. Why last month the teacher brought one from the snake charmer which could run both ways. അപ്പോൾ ഇന്നാൾ ഒരു ദിവസം ഒരു പാമ്പ് പിടുത്തക്കാരൻ്റെ അടുത്ത് നമ്മൾ ടീച്ചർ ഒരു പാമ്പിനെ കൊണ്ടുവന്നിട്ട് അത് രണ്ട് സൈഡിലേക്കും ഓടാൻ പറ്റുന്നൊരു പാമ്പ്. ഇറ്റ് ഹാഡ് അനദർ ഹെഡ് വിത്ത് എ പെയർ ഓഫ് ഐസ് അറ്റ് ദി ടിൽ. അതിന് വാലിലും ഇതേപോലെ തലയും കണ്ണുമൊക്കെയുണ്ട്. യു ഷുഡ് ഹാവ് സീൻ ദ ഫൺ വെൻ ഇറ്റ് വാസ് പുട്ട് ഇൻ ദ ജാർ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല ആ ഒരു ജാറിൽ കയറിയിട്ട് അത് കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ
ദർ വാസ് ഇൻ ആൻ എം ടി വൺ ഇൻ ദ ലാബ്. ആ സമയത്ത് ലാബിൽ എം ടി ആയിട്ടുള്ള കാലി ജാറുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിലിട്ട് വെക്കാം. സോ ദ ടീച്ചർ പുട്ട് ഇറ്റ് ഇൻ വൺ വിഷ് ഹാഡ് എ റസൽസ് വൈപ്പ്. അപ്പോൾ വേറൊരു അണലീനെ, ഒരു ചേനത്തണ്ടൻ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയും. അപ്പോൾ ഒരു അണലി പാമ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജാറിലാണ് നമ്മുടെ ടീച്ചർ അതിലിട്ട് വെച്ചത്. ഹി കോട്ട് ഇറ്റ്സ് ടു എൻഡ്സ് വിത്ത് എ പെയർ ഓഫ് ഫോർസെപ്സ്, ഡ്രോപ്ഡ് ഇൻ ഇറ്റ്സ് ജാർ ആൻഡ് ക്വിക്ലി പുട്ട് ദ ലിഡ് ഓൺ. എന്നിട്ട് വേഗം ഇതിനെ അതിനകത്ത് ഇട്ടിട്ട് നമ്മുടെ സാർ എന്ത് ചെയ്തു, ജാറൊക്കെ അടച്ചു വെച്ചു. There was an absolute storm as it went round and round in the glass, tearing the decayed viper into shreds. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഇതിനകത്ത് ആക്കിയ ഉടനെ തന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്, അതിനകത്തൊക്കെ ഓടി ഒരു എന്താ പറയുക, ഒരു ഭൂകമ്പം ഉണ്ടാക്കിയെന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടായ പോലെ അതിനകത്ത് കൂടെ ജാറിനകത്തൊക്കെ ഓടിപ്പടച്ച് അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന അണലീനൊക്കെ തവിട് പൊടിയാക്കി എന്ന് പറയണം. ഗുംഗാറാം ഷട്ട് ഹിസ് ഐസ് ഇൻ പയസ് ഹൊറർ. അപ്പോൾ ഗുംഗാറാമിനെ കേട്ടപ്പോൾ തന്നെ ആകെ പേടിയായി കണ്ണൊക്കെ അടച്ചിരിക്കുകയാണ്. യു വിൽ പേ ഫോർ ഇറ്റ് വൺ ഡേ, യെസ് യു വിൽ. അപ്പം പറയാം, നിങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കും, പാമ്പിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും. ഇറ്റ് വാസ് നോ യൂസ് ആർഗ്യൂയിങ് വിത്ത് Gungaram. He, like all good Hindus, believed in the trinity of Brahma, Vishnu and Shiva, the creator, preserver and destroyer. അപ്പോൾ അവൻ ഭയങ്കര, നമുക്ക് അവനകത്ത് ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. ഇവൻ മറ്റ് എന്താ പറയുക, ഹിന്ദു വിശ്വാസികളെ പോലെ തന്നെ അവനും എന്തിൽ വിശ്വസിക്കുന്നുണ്ട്, ബ്രഹ്മവിഷ്ണു മഹേശ്വരം, അല്ലെങ്കിൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ, ആ ഒരു മൂന്ന് ഇതിൽ എന്താ ട്രിനിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ത്രിമൂർത്തികളിൽ അവനും തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അവൻ നമുക്കറിയാം സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നവരാണ് അല്ലേ, ബ്രഹ്മാവും വിഷ്ണു ശിവനും. അപ്പോൾ അവരുടെ മൂന്നുപേരുടെയും ഭയങ്കര ഭക്തനാണ് അവൻ. ഓഫ് ദീസ് ഹി വാസ് മോസ്റ്റ് ഡിവോട്ടഡ് ടു വിഷ്ണു. അതിൽ അവൻ ഏറ്റവും വിശ്വാസമുള്ളത് മഹാവിഷ്ണുവിലാണ്. എവറി മോർണിംഗ് ഹി സ്മിയർഡ് ഹിസ് ഫോർഹെഡ് വിത്ത് എ വി മാർക്ക് ഇൻ സാൻഡൽവുഡ് പേസ്റ്റ് ടു ഓണർ ദ ഡെയിറ്റി. അപ്പോൾ അത് ആ വിഷ്ണുവിനോടുള്ള ആ ഒരു ഭക്തി കാണിക്കാൻ വേണ്ടി എന്നും രാവിലെ കുളിച്ചിട്ട് ഇവർ എന്ത് ചെയ്യും, നെറ്റിയിൽ ചന്ദനം കൊണ്ട് ഒരു വി മാർക്ക് ഇട്ട് വെക്കാറുണ്ട്, വിഷ്ണുവിൻ്റെ വി. ഓൾദോ എ ബ്രാഹ്മിൻ ഹി വാസ് ഇല്ലിറ്ററേറ്റ് ആൻഡ് ഫുൾ ഓഫ് സൂപ്പർസ്റ്റിഷൻ. ബ്രാഹ്മണാണ്, അതേസമയത്ത് ഇവൻ എന്താണ്, ഇല്ലിറ്ററേറ്റ് ആണ്, അവൻ എഴുതാനും വായിക്കാനൊന്നും കാര്യമായിട്ട് അറിയില്ല. അതേപോലത്തെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ടു ഹിം ഓൾ ലൈഫ് വാസ് സാക്രഡ് ഈവൻ ഇഫ് ഇറ്റ് വാസ് എ സർപ്പൻറ്റ് ഓർ സ്കോർപ്പിയൻ ഓർ സെലിപ്പേഡ്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിട്ട് എല്ലാ ജീവജാലങ്ങളും വളരെ എന്താ പറയുക, പരിശുദ്ധമായിട്ടുള്ള വളരെ നല്ല ജീവജാലങ്ങളാണ്. അതിപ്പോൾ ഒരു സർപ്പമായിക്കോട്ടെ, തേളോ പഴുതാരോ അങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്ന എന്ത് ജീവിയായാലും അവനതൊക്കെ ഭയങ്കര സ്നേഹമാണ്. Whenever he saw one, he quickly showed it away lest we kill it. അങ്ങനെ എന്തെങ്കിലും ജീവികളെ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം അതിനെ പുറത്തേക്കാക്കാനുള്ള വഴി കാണിക്കുക, അല്ലെങ്കിൽ ഇവർ ബാക്കിയുള്ളവർ അതിനെ കൊന്നാലോ എന്ന് വിചാരിച്ചിട്ട്. He picked up wasps and battered with our badminton rackets and tended with their damaged wings. അപ്പോൾ കടന്നല്ലോ അതിനൊക്കെ ഇവരുടെ ബാറ്റോ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ടൊക്കെ കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിറക് കാര്യങ്ങളൊക്കെ നേരെയാക്കാനും ശുശ്രൂഷിക്കാനൊക്കെ ഇവ നിൽക്കും. സംടൈംസ് he got stung. മിക്കവാറും അതിനെ ശുശ്രൂഷിക്കാൻ പോകുന്നതിനിടയ്ക്ക് കടന്നലിൻ്റെ നല്ല കുത്ത് കിട്ടാറുണ്ട്. ഇറ്റ് നെവർ സീംഡ് ടു ഷേക്ക് ഹിസ് ഫെയ്ത്ത്. പക്ഷെ അവൻ്റെ വിശ്വാസം അതിലൊന്നും ഇല്ലാണ്ടായില്ല. മോർ ഡേഞ്ചറസ് ദ ആനിമൽ, ദ മോർ ഡിവോട്ടഡ് ഗുംഗാറാം വാസ് ടു ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ഹെൻസ് the regard for snakes and above all for the cobra who was the Kala Nag. അപ്പോൾ അവർ പറയുകയാണ്, എത്രത്തോളം ഡേഞ്ചറസ് ആണ് ഒരു മൃഗം അത്രത്തോളം അവൻ അതിനോട് സ്നേഹം കൂടുതലാണ്, സ്നേഹവും എന്താ പറയുക ഭക്തിയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേക്കുകളോട്, എസ്പെഷ്യലി ഈ പറയുന്ന കോബ്രയുടെ അടുത്ത്, അതാണ് ഈ കാള സർപ്പം എന്നോട് ഉദ്ദേശിക്കണം, അപ്പോൾ അതിനോടൊക്കെ ഇവന് ഭയങ്കര ആരാധനയാണ്. വി വിൽ കിൽ യുവർ കാളനാഗ ഇഫ് വി സീ ഹിം. ഞങ്ങളെങ്ങാനും അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ കൊല്ലുമെന്ന് എപ്പോഴും ഇവൻ്റെ കൂടെയുള്ളവർ പറയുമായിരുന്നു. I won't let you. It is laid 100 eggs, and if you kill it all, the eggs will become cobras, and the house will be full of them. Then what will you do? അപ്പോൾ പറയാം, ഞാൻ ഒരിക്കലും നിങ്ങൾ അതിനെ ഉപദ്രവിക്കാനായിട്ട് സമ്മതിക്കില്ല. കാരണം അതിനെന്തുണ്ട്, അതൊരു 100 മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങാനും അതിനെ കൊന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു 100 മുട്ടകളും വിരിഞ്ഞിട്ട് 100 കോബ്രകൾ ഉണ്ടാവും. അപ്പോൾ ഈ വീട് ഫുൾ കോബ്രകളാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും അതിനെ കൗണ്ടർ ചെയ്യണം. We will catch them alive and send them to Bombay. They milk them there for anti-snake bite serum. They pay 2 rupees for live cobra. That makes 200 rupees straight away. അപ്പോൾ അവർ പറയും, ഞങ്ങൾ അതിനെ ഓരോന്നിനെയും പിടിച്ച് ബോംബെക്ക് കയറ്റി വിടും. അപ്പോൾ അവരവിടെ എന്ത് ചെയ്യും, ആൻറ്റി സ്നേക്ക് ബൈറ്റ് സിറം ഒക്കെ കൊടുക്കും. അപ്പോൾ ഒരു പാമ്പിന് ജീവനോടെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 രൂപ കിട്ടും. അങ്ങനെ നിൻ്റെ 200 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ, 100 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടെ 200 rupees അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത്, ഇത് വെച്ചിട്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കാം, അല്ലാണ്ട് നിൻ്റെ പാമ്പിനെ ഞങ്ങളിവിടെ സൂക്ഷിക്കാൻ പോകുന്നില്ല. ഈ ഡോക്ടേഴ്സ് മസ്റ്റ് ഹാവ് അഡേഴ്സ്. ഐ നെവർ സോ എ സ്നേക്ക് ഹാവ് എനി, ബട്ട് ഡോണ്ട് യു ഡെയർ ടച്ച് ദിസ് വൺ, ഇറ്റ് ഈസ് ഫണിയർ, ഇറ്റ് ഈസ് ഹൂഡഡ്. അപ്പോൾ പറയും, ഇതിന് തീർച്ചയായിട്ടും എന്തുണ്ട്, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഇത് നല്ല പണമുള്ള, നമുക്ക് പണം ഉണ്ടാവുമല്ലോ, അവൻ്റെ എന്താ പറയുക
കോബ്രയ്ക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഹൂഡായിട്ടുള്ളതാണ് ഇവിടെയുള്ള സർപ്പം. ഐ ഹാവ് സീൻ ഇറ്റ്. ഇറ്റ്സ് 3 hands ലോങ്. 3 കൈയിൻ്റെ വലുപ്പം ഉണ്ട് എന്നാണ് പറയുന്നത്. ആസ് ഫോർ ഇറ്റ്സ് ഹുഡ്, അതിൻ്റെ ആ ഒരു ഹുഡിന്. Gungaram opened the palms of his hand and his head swayed from side to side. You should see it basking on the lawn in the sunlight. അപ്പോൾ അവൻ്റെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാമ്പിൻ്റെ വലുപ്പം പാമ്പിൻ്റെ ഭണത്തിൻ്റെ വലുപ്പമൊക്കെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. എന്ന് പറയാം, നിനക്ക് നോക്കി വേണമെങ്കിൽ കാണാം, സൺലൈറ്റുള്ള സമയത്തൊക്കെ അത് ഇറങ്ങി വരാറുണ്ട്, വെയിൽ കായാൻ വേണ്ടിയിട്ട് പാമ്പ് ഇറങ്ങി വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട്. That just proves what a liar you are. The funnier is the male, so it couldn't have laid the 100 eggs. You must have laid the eggs yourself. അപ്പോൾ നമ്മുടെ റൈറ്റ് പറയണം, ഇവിടെ നിനക്ക് മനസ്സിലാവും നീ നുണയാ പറയണമെന്ന്. കാരണം ഈ ഭണം ഉള്ള പാമ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ആണായിരിക്കും, ആൺ പാമ്പാണ്. അത്തരത്തിൽ എന്താ പറയുക, ഭണമൊക്കെ ഉള്ള ടൈപ്പ്. അപ്പോൾ അവർക്ക് ഒരിക്കലും മുട്ട ഇടാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ അവർക്ക് 100 മുട്ട അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നീ ഇട്ട മുട്ടയായിരിക്കും എന്നുണ്ട് ഇവനെ കളിയാക്കണം. The party burst into peals of laughter. അപ്പോൾ എല്ലാവരും കൂടെ അവനെ കളിയാക്കി ചിരിക്കുക. Must be Gungaram's eggs. We will soon have 100 Gungarams. അപ്പോൾ ഇവരെന്ത് പറയാം, തീർച്ചയായിട്ടും ഇതെന്തായിരിക്കും, നമ്മുടെ ഗുങ്കാറാമിൻ്റെ എഗ്ഗായിരിക്കും. നമുക്ക് ഒരു 100 ഗുങ്കാറാമിന് അടുത്ത് തന്നെ കിട്ടും ഈ മുട്ട വിരിഞ്ഞിട്ട് എന്നുകൊണ്ട് അവനെ കളിയാക്കുകയാണ്. Gungaram was squashed. അവനാകെ തകർന്നു പോവുകയായിട്ട്. Was the lot of a servant to be constantly squashed. But having the children of the household make fun of him was too much even for Gungaram. They were constantly belittling him with their newfangled ideas. They never read their scriptures. അപ്പോൾ ആ ഒരു വീട്ടിലെ കുട്ടികളെ ഒരു സർവൻ എന്നുള്ള നിലയ്ക്ക് അവൻ ഈ പറയുന്ന എന്താ പറയുക കളിയാക്കലുകൾ എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമാണ്. പക്ഷേ അവിടുത്തെ കുട്ടികളെ നിന്ന് കൂടിയിട്ട് അത്തരത്തിൽ ഹൗസ് ഹോൾഡ് എന്താ പറയുക വീട്ടിലുള്ള കുട്ടികളെ നിന്ന് കൂടി അത്തരത്തിലുള്ള കളിയാക്കലുകളൊക്കെ കേൾക്കുമ്പോൾ അവനത് ഭയങ്കര പ്രശ്നമാണ്. ഇവരെപ്പോഴും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനെ എപ്പോഴും കളിയാക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇവൻ അത്രയും അന്ധവിശ്വാസമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. കുട്ടികൾ അതിനൊക്കെ തിരിച്ച് കളിയാക്കുകയും ചെയ്യും. നോട്ട് ഈവൻ വാട്ട് ദ മഹാത്മാ സെഡ് അബൌട്ട് നോൺ വയലൻസ്. ഇറ്റ് വാസ് ജസ്റ്റ് shotgun to kill birds and the jars of methylated spirit to drown snakes. Gungaram would stick to his faith in the sanctity of life. He would feed and protect snakes because snakes were the most vile of God's creatures on earth. If you could love them instead of killing them, you proved your point. അപ്പോൾ ഇവനെ സംബന്ധിച്ച് പാമ്പുകളെന്ന് പറയുന്നത് ഗോഡിൻ്റെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കണം എന്നൊക്കെയുള്ള ഐഡിയയാണ് നമ്മുടെ ഗുങ്കാറാമിനുള്ളത്. പക്ഷേ അവൻ്റെ വീട്ടിലുള്ള കുട്ടികൾ സ്കൂൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ്, അവർ ഈ പാമ്പിനെ ജാറിലിട്ട് വെക്കുന്നതും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിലൊന്നും വിശ്വാസമില്ല. വാട്ട് ദ പോയിന്റ് വാസ് വിച്ച് ഗുങ്കാറാം വാണ്ടഡ് ടു പ്രൂവ് വാസ് നോട്ട് ക്ലിയർ. അപ്പോൾ എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഹി ജസ്റ്റ് പ്രൂവ്ഡ് ഇറ്റ് ബൈ ലീവിങ് ദ സോസർ ഫുൾ ഓഫ് മിൽക്ക് ബൈ ദ സ്നേക്ക് ഹോൾ എവറി നൈറ്റ് ആൻഡ് ഫൈൻഡിങ് ഇറ്റ് ഗോൺ ഇൻ ദ മോർണിംഗ്സ്. അവൻ എന്നും പാല് വെച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, അത് തീർച്ചയായിട്ടും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കാലിയാവുന്നത് കാണുന്നുണ്ട്. വൺ ഡേ വി സോ കാളനാഗ്. ഒരു ദിവസം ഈ കാളസർപ്പത്തിനെ എല്ലാവരും കാണുകയാണ്. ദ മൺസൂൺസ് ഹാഡ് ബേർസ്റ്റ് വിത്ത് ഓൾ ദെയർ ഫ്യൂരി ആൻഡ് ഇറ്റ് ഹാഡ് റെയിൻഡ് ഇൻ ദ നൈറ്റ്. The earth which had lain parched and dry under the withering heat of the summer sun was steaming with life in little pools, frogs croaked. ആ ഒരു മഴ പെയ്ത് നിന്നിട്ടുള്ള ആ ഒരു ടൈമാണ്. അപ്പോൾ തവളകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്. ദ മഡി ഗ്രൗണ്ട് വാസ് ലിറ്റേർഡ് വിത്ത് ക്രോളിംഗ് worms, centipedes and velvety lady birds. Grass had begun to show and the banana leaves glistened bright and glossy green. ഈ പറയുന്ന ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. കൂടെ എന്താ പറയുക പുല്ലുകളൊക്കെ തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാഴയിലൊക്കെ നല്ല മിന്നുന്നുണ്ട്. വെള്ളം വീണ് കഴിഞ്ഞാൽ വാഴയിലൊക്കെ നല്ല പച്ച കളറിൽ തിളങ്ങില്ലേ, ആ കളറായിട്ടുണ്ട്. The rain had flooded Kalanaga's hole. He sat in an open patch on the lawn. His shiny black hood glistened in the sunlight. He was big, almost 6 feet in length and rounded and fleshy like my wrist. അപ്പോൾ നമ്മുടെ കാളസർപ്പത്തിൻ്റെ കൂട്ടിലും അതിൻ്റെ എന്താ പറയുക പൊത്തിനകത്തും എന്ത് കയറിയിട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് കാണുകയാണ്, അപ്പം നമ്മുടെ അവിടെയുള്ള ബാക്കിയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ അതിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ആ ഒരു ഭണവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അത് സൺലൈറ്റിൽ. അതേപോലെ തന്നെ ഒരു 6 അടിയോളം നല്ല ലെങ്ത് ഉള്ളതാണ്. അതേപോലെ നല്ല ഫ്ലഷി ആയിട്ടുള്ള മാംസമൊക്കെയുള്ള നമ്മുടെ കയ്യിൻ്റെ ഒക്കെ വണ്ണത്തിലുള്ളതാണ് അതിൻ്റെ ദേഹം. ലുക്സ് ലൈക്ക് എ കിങ് കോബ്ര, ലെറ്റ് us get him. കണ്ടു കഴിഞ്ഞാൽ ഒരു കിങ് കോബ്രയെ പോലെ നമുക്ക് അവനെ പിടിക്കാം എന്നവർ പ്ലാൻ ചെയ്യണം. Kalanag did not have much of a chance. The ground was slippery and all the holes and gutters were full of water. Gungaram was not at home to help. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം എല്ലാ പൊത്തുകളും മാളങ്ങളും ഒക്കെ എന്തായിട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്.
മാത്രമല്ല അതിന് വെള്ളം മൊത്തം ചളി വിളി ആയതുകൊണ്ട് അതിന് വഴുക്കാനുള്ള സാധ്യതയുണ്ട്. രക്ഷിക്കാൻ ഗുങ്കാറാമ അവിടെ ഇല്ല. Armed with long bamboo sticks, we surrounded Kalanag before he even scented danger. അപകടം മണക്കുന്ന സ്വയം ആ ഒരു പാമ്പിനെ അപകടം മണക്കാനുള്ള ഒരു സമയം കിട്ടുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇവർ മുളവടികളൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. വെൻ ഹി സോസ് ഹിസ് ഐസ് ടേൺഡ് എ ഫിയറി റെഡ് ആൻഡ് ഹിസ്ഡ് ആൻഡ് സ്പാറ്റ് ഓൺ ഓൾ സൈഡ്സ്. കണ്ട ഉടനെ ഇവൻ്റെ കണ്ണിലിങ്ങനെ ചുമന്നനെ കണ്ണാവുന്നു. അതിങ്ങനെ എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ ചീറ്റയാണ്. ദെൻ ലൈക്ക് ലൈറ്റ്നിങ് കാളനാഗ് മെയ്ഡ് for the banana grove. The ground was too muddy and he slithered. He had hardly gone 5 yards when a stick caught him in the middle and broke his back. A volley of blows reduced him to squishy, squashy pulp of black and white jelly, spattered with blood and mud. His head was still undamaged. അങ്ങനെ ഇവരൊരു വാഴത്തോട്ടത്തിലേക്കൊക്കെ കയറാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ വഴുക്കലായതുകൊണ്ട് തന്നെ ഇവരുടെ അടി അതിന് വീഴണം. അങ്ങനെ ഇവരുടെ കുറേ അടി അതിന് കിട്ടുന്നുണ്ട്. Don't damage the hood, yelled one of us. We will take Kalanaga to school. അപ്പോൾ അതിൻ്റെ പത്തി കേട് വരുത്തണ്ട, അത് നമുക്ക് സ്കൂളിലോട്ട് നമുക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകാം. സോ വി slid a bamboo stick under the cobra's belly and lifted him onto the end of the pole. We put him in a large biscuit tin and tied it up with string. We hid the tin under the bed. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇതിനെ എടുത്തിട്ട് ഒരു പാത്രത്തിലൊക്കെ ആക്കി ഒരു വടി കൊണ്ടൊക്കെ തോണ്ടി എടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ബെഡിന് താഴെ വയ്ക്കുകയാണ്. At night I hung around Gungaram waiting for him to get us a saucer of milk. രാത്രി ഇവർ ഗുങ്കാറാമിനെ നോക്കി നിൽക്കുകയാണ്. Aren't you going to take any milk for Kalanaga thought? Kalanaga tonight? അപ്പോൾ ചോദിക്കണം, നീ ഇന്ന് എന്താ പാല് കൊടുക്കണില്ലേ നിൻ്റെ കാളനാഗത്തിന് ചോദിക്കണം. യെസ് ആൻസർ ഗുങ്കാറാം ഇറിറ്റബിളി. ഞാൻ കൊടുക്കുന്നുണ്ട്. യു ഗോ ടു ബെഡ്, നിങ്ങൾ പോയി കിടന്നോ. ഹി ഡിഡ് നോട്ട് വോണ്ട് എനി മോർ ആർഗ്യുമെൻറ്റ് ഓൺ ദ സബ്ജക്റ്റ്. അവന് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഹി വോണ്ട് നീഡ് ദ മിൽക്ക് എനി മോർ. ഗുങ്കാറാം പോസ്. അപ്പോൾ അവർ പറയണ അതിന് ഇനിയിപ്പോൾ നിൻ്റെ പാലൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഗുങ്കാറാം എത്തുമ്പോൾ എന്താന്ന് വിചാരിക്കാൻ, ഓ നത്തിങ്, there are so many frogs about, they must taste better than your milk, you never put any sugar in it anyway. പറയണം, മഴയൊക്കെ പെയ്തതല്ലേ, ഇഷ്ടംപോലെ തവളകളൊക്കെ ഉണ്ട്, നിൻ്റെ പാലിനേക്കാട്ടിലും ടേസ്റ്റ് ആ തവളകൾക്കായിരിക്കും. നീ എന്തായാലും പാലിൽ പഞ്ചസാര ഇട്ടിട്ടൊന്നുമല്ല കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ പാലിനേക്കാട്ടിലും അവർ തവളേനെ പിടിക്കാനാണ് പോവുക. നിൻ്റെ പാലൊന്നും അതിനി വേണ്ട എന്ന് പറയുകയാണ്. The next morning, Gungaram brought back the saucer with the milk still in it. He looked sullen and suspicious. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇവൻ്റെ സോസറിൽ പാൽ അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇവനാകെ സംശയമായി ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത്. I told you snakes like frogs better than milk. അപ്പോൾ നമ്മുടെ റൈറ്റർ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് പറഞ്ഞതല്ലേ അവർക്ക് തവളേനെയൊക്കെ ഇഷ്ടം, അവരത് പിടിക്കാൻ പോകും, നിൻ്റെ പാലൊന്നും വേണ്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. Whilst we changed and had breakfast, Gungaram hung around us. The school bus came and we clambered into it with the tin. As the bus started, we held out the tin to Gungaram. Here is your Kalanag, safe in this box. We are going to put him in spirit. ഇപ്പോൾ ബസ്സിൽ കയറി പോകാൻ നിൽക്കുന്ന സമയത്ത്, സ്കൂളിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യണം, ആ ഒരു ബോക്സ് ഗുങ്കാറാമിനെ കാണിച്ചു കൊടുക്കുന്നത്. ഇതിൽ കിടക്കുന്നുണ്ട് നിൻ്റെ കാളസർപ്പം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളിതിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് സ്പിരിറ്റിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. We left him standing speechless, staring at the departing bus. അപ്പോൾ ബസ് പോകുമ്പോൾ ഇവനങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒന്നും പറയാനില്ലാണ്ടാവും ഗുങ്കാറാമ് നോക്കി നിൽക്കുന്നത് കാണാൻ പറ്റും. There was great excitement in the school. We were a set of 4 brothers known for our toughness. We had proved it again. അവർ 4 സഹോദരന്മാരാണല്ലോ വീട്ടിൽ. അപ്പോൾ അവർക്ക് ഭയങ്കര മെയിനായി അവരോട് ചെന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം അവരുടെ ആ ഒരു കഴിവുകൊണ്ടല്ല ആ ഒരു വലിയൊരു പാമ്പിനെ അവർ ആ കുപ്പിയിലകത്ത് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവരത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. എ കിങ് കോബ്ര 6 feet ലോങ്, ഫണ്ണിയാർ. അപ്പോൾ പണമൊക്കെയുള്ള 6 അടി നീളമുള്ള ഒരു കിങ് കോബ്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് അവരോട് പറയുന്നുണ്ട്. The tin was presented to the science teacher. സയൻസ് ടീച്ചർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. It was on the teacher's table and we waited for him to open it and admire our kill. അപ്പോൾ സയൻസ് ടീച്ചർ അത് തുറന്നിട്ട് അവരെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. The teacher pretended to be indifferent and set us some problems to work on. പക്ഷേ ടീച്ചർ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിച്ചില്ല. അവർക്ക് എന്നിട്ട് ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് കൊടുക്കുകയാണ്. With studied matter of factness, he fetched his forceps and a jar with a banded crate laying curled in muddy methylated spirit. He began to hum and untie the cord around the box. ഈ പാമ്പിനെ ഇട്ട് വെക്കാനുള്ള പാത്രവും അതിൻ്റെ സ്പിരിറ്റും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പതുക്കെ അവർ കെട്ടഴിക്കുകയാണ്. As soon as the cord was loosened, the lid flew into the air, just missing the teacher's nose. കെട്ടഴിച്ചതും അത് പാത്രത്തിൻ്റെ അടപ്പ് എന്ത് ചെയ്യാണ്, മുകളിലോട്ട് തെറിക്കുകയാണ്. There was Kalanaga. His eyes burned like embers and his hood was taut and undamaged. കാരണം എന്താ, ഒരു കാളസർപ്പത്തിന് ജീവൻ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം അതിൻ്റെ പത്തി ഇവരടിച്ചില്ലല്ലോ.
പത്തി അങ്ങനെ വെച്ചിരിക്കല്ലേ. വിത്ത് എ ലൗഡ് ഹി വെൻറ്റ് ഫോർ ദി ടീച്ചേഴ്സ് ഫേസ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ചീറ്റിൻ്റെ ശബ്ദത്തോട് കൂടിയിട്ട് ടീച്ചറുടെ ഫേസിലോട്ട് ഇങ്ങനെ ചാടി വരികയാണ്. ദ ടീച്ചർ പുഷ്ഡ് ഹിംസെൽഫ് ബാക്ക് ഓൺ ടു ദ ചെയർ ആൻഡ് ടോപ്പിൾഡ് ഓവർ. അപ്പോൾ വേഗം അവിടെ നിന്ന് ഈ ടീച്ചർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഹി ഫെൽ ഓൺ ദ ഫ്ലോർ ആൻഡ് സ്റ്റെയർഡ് അറ്റ് ദ കോബ്ര പെട്രിഫൈഡ് വിത്ത് ഫിയർ. അപ്പോൾ ഇയാൾ അങ്ങനെ ചേർന്ന് മറിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോഴേക്കും ഇയാളാകെ പേടിച്ചിട്ട് പാറ പോലെ ആവുകയാണ്. ദ ബോയ്സ് സ്റ്റുഡ് അപ്പ് ഓൺ ദ ഡെസ്ക്സ് ആൻഡ് യെൽഡ് ഹിസ്റ്ററിക്കലി. എല്ലാവരും പേടിച്ചിട്ട് ഡെസ്ക് മുമ്പ് കയറി നിൽക്കുന്നുണ്ട്. കാളനാഗ് സർവേഡ് ദ സീൻ വിത്ത് ഹിസ് ബ്ലഡ് ഷോട്ട് ഐസ്. എന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും ഇങ്ങനെ കണ്ണിൽ ചുവപ്പ് നിറത്തിലുള്ള കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ സർപ്പം നോക്കുകയാണ്. ഹിസ് ഫോക്ക് ടങ് ഡാർട്ടഡ് ഇൻ ആൻഡ് ഔട്ട് എക്സൈറ്റഡ്ലി. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നാവ് ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹി സ്പാറ്റ് ഫ്യൂരിയസ്ലി ആൻഡ് ദെൻ മെയ്ഡ് എ ബിഡ് ഫോർ ഫ്രീഡം. ഹി ഫെൽ ഔട്ട് ഓഫ് ദി ടിൻ ഓൺ ടു ദ ഫ്ലോർ വിത്ത് എ ലൗഡ് പ്ലോപ്പ്. അങ്ങനെ ആ ഒരു ടിന്നിൽ നിന്ന് പിടും എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിലത്തോട്ട് അത് വീഴുകയാണ്. ഹിസ് ബാക്ക് വാസ് ബ്രോക്കൺ ഇൻ സെവറൽ പ്ലേസസ് ആൻഡ് ഹി ഡ്രാഗ്ഡ് ഹിംസെൽഫ് പെയിൻഫുള്ളി ടു ദ ഡോർ. ഒരുപാട് സ്ഥലത്ത് ചതവൊക്കെ ഉണ്ട്. എന്നിട്ട് അത് സ്വയം ഇങ്ങനെ വെച്ചിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വെൻ ഹി ഗോ ടു ദ ത്രഷോൾഡ് ഹി ഡ്രൂ ഹിംസെൽഫ് അപ്പ് വൺസ് അഗെയിൻ വിത്ത് ഹസ് ഹൂഡ് ഔട്ട്സ്പ്രെഡ് ടു ഫേസ് അനദർ ഡേഞ്ചർ. അങ്ങനെ ഒരു ഉമ്മറപ്പടിയുടെ ഭാഗത്ത് വാതിൽ കടന്നപ്പോഴാണ് അവൻ വീണ്ടും ഒരു ഡേഞ്ചറാണ്. വേറൊരു മനുഷ്യൻ കൂടെ മുന്നിൽ വന്ന് നിൽക്കണു. ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം സ്റ്റുഡ് ഗുംഗാറാം വിത്ത് എ സോസർ ആൻഡ് എ ജഗ് ഓഫ് മിൽക്ക്. പുറത്ത് കാത്തു നിൽക്കണ മനുഷ്യനാരാ? നമ്മുടെ ഗുംഗാറാമാണ്. ആ ഒരു സോസറും ഒരു ജഗ് പാലും ഒക്കെ ആയിട്ടാണ് നിൽക്കണം. ആസ് സൂൺ ആസ് ഹി സോ കാളനാഗ് കം അപ്പ് ഹി വെൻ ഡൗൺ ഓൺ ഹിസ് നീസ്. അപ്പോൾ ഇതിനെ കണ്ടതും ഇവൻ എന്താ പറയുക, ഗുംഗാറാം വേഗം മുട്ടുകുത്തി നിൽക്കുകയാണ്. ഹി പോർഡ് ദ മിൽക്ക് ഓൺ ദ സോസർ ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് നിയർ ദി ത്രഷോൾഡ്. എന്നിട്ട് ആ സോസറിൽ പാലൊഴിച്ചിട്ട് അവർ ഉമ്മർപ്പടിയോട് ചേർത്ത് വയ്ക്കുകയാണ്. വിത്ത് ഹാൻഡ്സ് ഫോൾഡ് ഇൻ പ്രയർ ഹി ബോർഡ് ഹിസ് ഹെഡ് ടു ദ ഗ്രൗണ്ട് ക്രാവിംഗ് ഫോർ ഗീവ്നെസ്. എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് തല കുനിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ അവനെ പാമ്പിൻ്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുകയാണ്. In desperate fury, the cobra hissed and spat and bit Gungaram all over the head. ആ ഒരു ദേഷ്യത്തിൽ പാമ്പിനെ ആരാന്നൊന്നും അറിയില്ല, അവനെ ഉപദ്രവിച്ചവരാരെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട് പാമ്പ് എന്ത് ചെയ്യണം, അവൻ്റെ മുഖത്തും തലയിലും ഒക്കെ ഇട്ട് കൊത്തുകയാണ്. ദെൻ വിത്ത് ഗ്രേറ്റ് എഫേർട്ട് ഡ്രാഗ്ഡ് ഹിംസെൽഫ് ഇൻടു എ ഗട്ടർ ആൻഡ് റിഗിൾഡ് ഔട്ട് ഓഫ് ദി വ്യൂ. എന്നിട്ട് അവിടെ നിന്ന് വേഗം ഇഴഞ്ഞ് രക്ഷപ്പെടുകയാണ്. Gungaram collapsed with his hands covering his face. അവൻ ആ മുഖം പൊത്തിയിട്ട് അവിടെ വീണു. He groaned in agony. The poison blinded him instantly. അവന് ഭയങ്കര വേദന വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവന് വേദന കാരണം ആകെ ബ്ലൈൻഡഡ് ആയിപ്പോയി. Within a few minutes he turned pale and blue and froth appeared in his mouth. കുറച്ച് സമയം കൊണ്ട് തന്നെ, ഭയങ്കര വിഷമുള്ളതല്ലേ, കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം, ആകെ നീല നിറം വരെയും വായിൽ നിന്ന് ഒലയുമ്പോൾ അതൊക്കെ വരാനൊക്കെ തുടങ്ങി. ഓൺ ഹിസ് ഫോർഹെഡ് വേർ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്. നെറ്റിയിൽ ഇങ്ങനെ ബ്ലഡ് കാണുന്നുണ്ട്. അത് ടീച്ചർ വൈപ്ഡ് വിത്ത് ഹിസ് ഹാൻഡ് കർച്ചീഫ്. അത് ടീച്ചർ തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അണ്ടർനീത്ത് വാസ് ദ വി മാർക്ക് വേർ കാളനാഗ് ഹാഡ് ഡഗ് ഹിസ് ഫാങ്സ്. അപ്പോൾ ബ്ലഡ് തുടച്ചപ്പോഴാണ് അതിൻ്റെ താഴെ എന്ത് കണ്ടത്, നമ്മൾ നെറ്റിയിൽ എപ്പോഴും എഴുതാറുള്ള വി മാർക്ക് ഉണ്ടല്ലോ, വിഷ്ണു എന്നുള്ളതിൻ്റെ വി മാർക്ക്. അപ്പോൾ അതവിടെ കാണുന്നുണ്ട്. ആ ഒരു വി മാർക്കിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പാമ്പാട് കറക്റ്റായിട്ട് കൊത്തിയിട്ടുള്ളത്, ആ പല്ല് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പാടും അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ സൂപ്പർസ്റ്റിഷൻ അവനെ ഇല്ലാണ്ടാക്കിയത് എന്നാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. താങ്ക്